BJP 3 വിജയവും അതുപോലെ 20 മണ്ഡലങ്ങളിൽ 20% മേൽ വോട്ടും നേടുകയുണ്ടായി. ഇതൊക്കെ വലിയ ചില മുന്നേറ്റത്തിൻ്റെ സൂചനയാണ് നൽകുന്നത്. ഇനിയിപ്പോൾ ചോദിക്കാം, ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുന്നത് 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പും 2030 വന്നിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പും 31 വന്നിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുമാണ്. 31 അധികാരത്തിൽ വരണം എന്നാണ് അമിത്ഷാ കണക്ക് കൂട്ടിയിട്ടുള്ളത്. അതിൻ്റെ ഒരു സൂചനയാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോഴത്തേക്ക് ഒരുപക്ഷെ BJP CPM-നോടിനിയും പൊരുതേണ്ടി വരും. ഹിന്ദു വോട്ടുകളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ 20% മുകളിൽ വോട്ടുള്ള 20 മണ്ഡലങ്ങളുള്ളത് നിസ്സാരപ്പെട്ട കാര്യമല്ല എന്നുള്ളതാണ്. അതെ, അത് ചേട്ടൻ പറഞ്ഞാൽ കറക്റ്റ്. 20 മണ്ഡലങ്ങളിൽ 20%, 12 മണ്ഡലങ്ങളിൽ 32-നും 40-നും ഇടയ്ക്ക് വോട്ട്, 2 മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലത്തിൽ 41% വോട്ട്, ഒരു മണ്ഡലത്തിൽ 39.5 കിഴക്കൂട്ടം. അപ്പോൾ ഇത് വെച്ച് നോക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആ ഒരു പ്രവർത്തനം അവരെ നീണ്ട കാലത്തെ LDF UDF പ്രവർത്തനമാണ്. പാർട്ടി BJP കേരളത്തിൽ കരുത്താർജിച്ചില്ല എന്ന് LDF-ഉം UDF-ഉം പറയുന്നവർ പല നേതാക്കളും ഇന്ന് സംസാരിച്ചിട്ടുണ്ട്. BJP-യുടെ വോട്ടിംഗ് നില BDJS കൂടെ ഉണ്ടെങ്കിൽ തന്നെയും 2020 മധ്യ തിരുവിതാംകൂറിലുണ്ടെങ്കിൽ തന്നെയും ഭാരതീയ ജനതാ പാർട്ടിയുടെ വോട്ടിംഗ് അതിഗംഭീരമായ വളർച്ചയെന്നാണ് പല നേതാക്കളും ഇന്ന് വാർത്തകളിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ആലോചിച്ച് നോക്കാം. തിരുവനന്തപുരം ജില്ല തന്നെ 20% കഴിഞ്ഞിട്ടുള്ളത് നെടുമങ്ങാടുണ്ട്, ആറ്റിങ്ങലുണ്ട്, കഴക്കൂട്ടമുണ്ട്, നേമമുണ്ട്, വട്ടിയൂർക്കാവുണ്ട്, തിരുവനന്തപുരം സെൻട്രലുണ്ട്, നമ്മുടെ കാട്ടാക്കട നിയോജകമണ്ഡലം ഉണ്ട്, ചിറയിൻകീഴ് വരുന്നുണ്ട്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഇത്രയും സ്ഥലങ്ങളിൽ 2 പാർലമെൻറ്റ് മണ്ഡലങ്ങളും ആത്മാർത്ഥമായ രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ 29 MP-മാർ കിട്ടും. ആ രീതിയിലുള്ള പ്രവർത്തനം വിഴിഞ്ഞം പ്രോജക്റ്റിൻ്റെ ലിങ്ക് റോഡ് കാര്യങ്ങളെല്ലാം പോകുന്നത് ഈ 2 മണ്ഡലങ്ങളിൽ കൂടിയാണ്. എന്തെങ്കിലുമൊക്കെ കേന്ദ്ര പദ്ധതികൾ നിയമവും കണക്കിടും. ഇപ്പം നിയമത്തിൻ്റെ ഭാഗം ഏകദേശം രാജീവ് ചന്ദ്രശേഖർജിയുടെ കഴിവ് കൊണ്ട്, സംസ്ഥാന ഗവൺമെൻറ് കഴിവല്ല കേട്ടോ, അവിടുത്തെ അക്വസിഷന് ലാൻഡ് അക്വസിഷൻ ഫണ്ട് കൊടുത്തതും ആ 5ാമത്തെ പ്ലാറ്റ്ഫോമായി ഉയർത്തുന്നതും ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന സ്പൈസസ് ട്രക്കുകളെല്ലാം ഒതുക്കേണ്ട യാർഡും എല്ലാം ചെയ്തത് ഒറ്റ കഴിവ് രാജീവ് ചന്ദ്രശേഖറിൻ്റെയാണ്. നിയമത്തിൻ്റെ റെയിൽവേ ഡെവലപ്മെൻറ്റ് നോർത്തും വെസ്റ്റും എന്നും പറഞ്ഞുകൊണ്ട് നിയമവും വേളിയും പേര് മാറ്റിയല്ലോ, അദ്ദേഹമാണ്. അതേപോലെ നിയമത്തിൻ്റെ പാർശ്വഭാഗത്തു കൂടി പള്ളിച്ചൽ, പ്രാവുച്ചമ്പലം തുടങ്ങിയ സ്ഥലങ്ങളിൽ കൂടിയാണ് ലിങ്ക് റോഡിൻ്റെ രംഗപ്രവേശം. അതിൽ പള്ളിച്ചൽ പഞ്ചായത്തിൽ വരുന്ന മുടവർപ്പാറ, ഭഗവതിനട, മുക്കമ്പാലമൂട്, നരുവാമൂടിൻ്റെ ബാക്ക് സൈഡ്, വലിയറത്തല, ഊർട്ടമ്പലം വഴി നേരെ പോകുന്ന കാട്ടാക്കട മണ്ഡലമാണ്. കാട്ടാക്കട മണ്ഡലത്തെ കീറി മുറിച്ചുകൊണ്ടാണ് ഈ റോഡ് പോകുന്നത്. അത് നേരെ ചെന്ന് കയറുന്നത് നെടുമങ്ങാട് മണ്ഡലത്തിൽ. അത് കണ്ടാണ് ജനങ്ങൾക്ക് യുവരാജ് ഗോകുലിന് ഈ 21% വോട്ട് കൊടുത്തത്. ജനങ്ങൾ അറിഞ്ഞു കൊടുത്തതാണ് ഈ റോഡ് വരും, എന്തെങ്കിലും നരേന്ദ്രമോദിജി ഡെവലപ്മെൻറ്റ് ചെയ്യും. നേരെ ആര്യനാട്, അത് കഴിഞ്ഞിട്ട് നേരെ വർക്കല. അപ്പോൾ ഇത്തരം മണ്ഡലങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രസിഡൻറ്റ് മുൻകൈ എടുത്തുകൊണ്ട് രാജീവ് ജി ഡെവലപ്മെൻറ്റ് ചെയ്താൽ ആറ്റിങ്ങൽ പാർലമെൻറ്റും തിരുവനന്തപുരം പാർലമെൻറ്റും 2019 2 MP-മാർ തലസ്ഥാനത്ത് നിന്ന് കൊടുക്കുവാൻ കഴിയും. ചേട്ടൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പഞ്ചായത്ത് 30 നടക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇന്ന് വിളവറുക്കൽ പഞ്ചായത്ത് BJP ഭരിക്കുന്നു. അല്ല, വിളപ്പിൽ പഞ്ചായത്ത്, മാറവൽ പഞ്ചായത്ത് ഭരണം. വിളവറുക്കൽ പഞ്ചായത്തിലെ 7 ടോസ് ഇട്ട് എടുത്തതാണ്. അതുപോലെ മലയൻകീഴ് പഞ്ചായത്ത്, അതുപോലെ വരുന്നത് തന്നെ നെടുമങ്ങാടിൻ്റെ ചില പഞ്ചായത്തുകൾ, പൂവത്തൂർ തുടങ്ങിയ മേഖല. അതുപോലെ ഒന്നും കിട്ടാതിരുന്ന വാമനപുരം മണ്ഡലത്തിലെ മാണിക്കൽ പഞ്ചായത്ത്, അതുപോലെ തന്നെ പുല്ലമ്പാറ തുടങ്ങിയ ഇടതുപക്ഷ കോട്ടകളിലെല്ലാം ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി ശക്തി പ്രാപിക്കുന്നു. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചത് നല്ലൊരു ഉത്തരവാണ് ചേട്ടൻ പറഞ്ഞത്.
മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ടാണ് പ്രവർത്തനത്തിൽ മുഖ്യമായി വരുന്നത്. ഇവിടെ എല്ലാം പഞ്ചായത്തുകൾ ഭരണം മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അവിടെ ശരിക്കും ഭാരതീയ ജനതാ പാർട്ടി ക്രിയാത്മകമായി പ്രവർത്തിക്കും. കോൺഗ്രസിൻ്റെ ഒരു സ്വഭാവം അവർക്ക് അധികാരത്തിൽ ഇരിക്കുന്നാൽ പിന്നെ പ്രവർത്തനമില്ല. അടുത്ത് പിന്നെ അവർ കുറേ കാലം റെസ്റ്റ് കഴിഞ്ഞിട്ടേ അടുത്ത് ഭരണത്തിലേക്ക് വരുവാൻ ശ്രമിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനം നമ്മൾ നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ ലാഗ് ചെയ്ത് പോകാതെ തുടർന്ന് പോകുകയാണെങ്കിൽ ഈ 20 മണ്ഡലവും പ്ലസ് 15 മണ്ഡലവും കൂടി ചേർത്താൽ എ ക്ലാസ് മണ്ഡലമായിട്ട് പ്രവർത്തിക്കണം. അപ്പോൾ 36 നിയോജക മണ്ഡലമാവും. അത് കഴിഞ്ഞിട്ട് 20 മണ്ഡലങ്ങൾ അഡീഷണലായിട്ട് പ്രവർത്തിക്കണം. ഘടകകക്ഷി ഇപ്പം മധ്യ തിരുവിതാംകൂറിൽ പോകുമ്പോൾ 2020 ഉണ്ട്. ആലപ്പുഴ കൊല്ലം സൈഡ് വരുമ്പം BJDS ഉണ്ട്. അത് കഴിഞ്ഞിട്ട് കോഴിക്കോട് സൈഡിൽ പോകുമ്പോൾ ഇപ്പോൾ ഉള്ള UDFൻ്റെയും LDFൻ്റെയും ചില മുന്നണി സംവിധാനങ്ങൾ 2031 ആകുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയായിട്ട് കൈകോർക്കുവാൻ പറ്റും. ഏകദേശം ഒരു 2045 വരെ കേന്ദ്രഭരണം ഇനി BJPയുടെ കയ്യിൽ നിന്ന് മാറുകയില്ല എന്നാണ് തോന്നുന്നത്. ആ രീതിയിലുള്ള പ്രവർത്തനവും ആ രീതിയിലുള്ള സംസ്ഥാനങ്ങളും ഇന്ന് ഏറ്റവും വലുത് ബംഗാൾ പോലും ഇന്ന് NDAയുടെ കരങ്ങളിലേക്ക് എത്തി. അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ രാജ്യസഭയിലും ലോകസഭയിലും MP-മാർ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥ വരുമ്പോൾ കേരളമെന്ന് പറഞ്ഞത് നേരത്തെ വിജയനാഥ ചേട്ടൻ സൂചിപ്പിച്ചതാണ് അമിത്ഷായുടെ ആ ചാണക്യ തന്ത്രം. 2031 കേരളത്തിൽ അധികാരത്തിൽ വരുവാൻ വേണ്ടിയാണ് രാജീവ് ചന്ദ്രശേഖർജിയെ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് അയച്ചത്. കേരളത്തിലെ പല പരീക്ഷണങ്ങളും BJP നോക്കി. സുരേന്ദ്രൻ പരീക്ഷണം ചെയ്ത് നോക്കി. പല പരീക്ഷണങ്ങളും ചെയ്തിട്ടും കേരളത്തിലെ ഒരു 11-12% അപ്പുറത്തേക്ക് കടക്കുവാൻ കഴിയുന്നില്ല. ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് ഗ്രാമതലത്തിൽ BJPക്ക് എത്തുവാൻ കഴിയുന്നില്ല. ചില പോക്കറ്റ് നേമം മണ്ഡലം അല്ലെങ്കിൽ തൃശ്ശൂർ ഇങ്ങനെ നിൽക്കുന്നതല്ല. ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പോടു കൂടി മറ്റ് റവന്യൂ മണ്ഡലങ്ങളിലേക്ക് BJP കാലുകുത്തിയത് വളരെ ആസൂത്രണപരമായിട്ടുള്ള പ്രവർത്തനം ചെയ്തതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു വിഭാഗം എന്നും ഭാരതീയ ജനതാ പാർട്ടിക്ക് സംഘപരിവാർ പ്രവർത്തിക്കുവാൻ കാണുകയില്ല. അവർക്കൊരു ബേസായിട്ടുള്ള പ്രവർത്തനം വേണ്ടേ? ഇപ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അവർ ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്നു. തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടം ചൂടുപിടിച്ച് വരുമ്പോൾ മാത്രമേ വിവിധ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ സഹായിക്കുവാൻ എത്തുകയുള്ളൂ. പക്ഷേ എന്നിരുന്നാലും രാഷ്ട്രീയ സ്വയംസേവാ സംഘത്തിൻ്റെ രാജനൈതിക രംഗത്തുള്ള രാഷ്ട്രീയ പാർട്ടി BJP ആണെങ്കിൽ തന്നെയും സ്വയം പര്യാപ്തതയിൽ എത്തണമെന്ന് രാഷ്ട്രീയ സ്വയംസേവാ സംഘം വിചാരിക്കുന്നുണ്ട്. ആ ഒരു വിചാരം കേരളത്തിലെ നേതാക്കൾ മുഖ്യധാരയിലേക്കും ലീഡർഷിപ്പിലേക്കും വരുവാൻ തയ്യാറാകുന്നില്ല. അത് കുറേ കാലം കേരളത്തിലുള്ള ഉൾപാർട്ടി ജനാധിപത്യത്തിലുള്ള ഗ്രൂപ്പ് പോര് ഇപ്പം മാറി വരുന്നുണ്ട്. പ്രവർത്തിക്കുന്നവനെ അംഗീകാരങ്ങൾ കിട്ടുന്നുണ്ട്. പുതിയ ലീഡർഷിപ്പുകളെ രാജീവ് ചന്ദ്രശേഖർജി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പഴയകാല ഒരു ബോർഡ് മെമ്പറോ സ്ഥാനങ്ങളോ MP-യോ MLA ഇല്ലായിരുന്ന കാലഘട്ടത്തിൽ പ്രവർത്തിച്ച നേതാക്കളെ രാജീവ് ചന്ദ്രശേഖർജി കാണുവാൻ തയ്യാറായിരിക്കുന്നു. ഇപ്പോൾ 80 കാലഘട്ടം BJP കേരളത്തിൽ വന്നപ്പോൾ ഈ പറയുന്ന പുതിയ നേതാക്കളൊന്നുമില്ല. അത്തരം പഴയകാല MP-യോ MLA-യോ ബോർഡ് മെമ്പറോ ചെയർമാനോ ഒന്നുമില്ലായിരുന്ന കാലത്ത് പ്രവർത്തിച്ച പ്രവർത്തകരെ കാണുവാൻ നമ്മുടെ പ്രസിഡന്റ് തയ്യാറാകുന്നു. അപ്പോൾ ആ ഒരു സമവാക്യവും പുതിയ രീതിയിലുള്ള പ്രവർത്തനവും കേന്ദ്രത്തിൻ്റെ സപ്പോർട്ടും വികസനം ജയിച്ച മണ്ഡലങ്ങളുടെ വികസനവും ഇപ്പോൾ 2ാം സ്ഥാനത്ത് വന്നിട്ടുള്ള മണ്ഡലങ്ങളും പദ്ധതികളും കേരള ഡെവലപ്മെൻ്റ് എന്ന് പറയുന്ന 10 പേർക്ക് തൊഴിൽ കിട്ടുന്ന പദ്ധതികളും യുവതിയുവാക്കളുടെ പ്രശ്നങ്ങൾക്കും കുറേ വ്യവസായശാലകൾക്കും കേന്ദ്രം കേരളത്തോട് നീതി കാണിക്കുക ആണ് എങ്കിൽ ഉറപ്പായിട്ടും കേരളത്തിലെ 29 MP-മാരുണ്ടാകും. 2031 വരുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പ് ഭരിക്കുവാനും കഴിയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.